ഹായ് നമസ്കാരം. രാഹുൽ ഗാന്ധിയിലൂടെ 10 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ആകെ അംഗബലത്തിന് 10% സീറ്റെന്ന നിബന്ധന മറികടക്കാൻ പ്രതിപക്ഷ നിരയിൽ ഒരു പാർട്ടിക്കും കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതൃത്വ പദവി ആർക്കും നൽകിയിരുന്നില്ല. എന്നാൽ ഇത്തവണ 99 സീറ്റുകൾ നേടിയ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പദവി ഔദ്യോഗികമായി നേടിയെടുക്കുകയും ചെയ്തു. ഏറെ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനാപരമായി ലഭിക്കുന്ന ആദ്യ സ്ഥാനം കൂടിയാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം. ഇടതുവശത്തായി മുൻനിരയിൽ ഒരു ഇരിപ്പിടമായിരിക്കും പ്രതിപക്ഷ നേതാവിന് ലഭിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ ചെയറിലേക്ക് കൊണ്ടുപോകുന്നത് പോലുള്ള നടപടിക്രമങ്ങളിൽ